സിജോ, ഇന്നിപ്പോൾ കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ്. കൃത്യമായ സോളിഡ് ആയിട്ടുള്ള പല എവിഡൻസുകളും പ്രോസിക്യൂഷന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഇതാ മറ്റൊരു പരാതി, അതിഗുരുതരമായ ഒരു പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. KPCCക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വിഷയങ്ങളൊക്കെ എത്രത്തോളം നിർണായകമാകും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ? രാഹുലിനെതിരെ കേസെടുത്തതിന് പിന്നാലെ വിശദമായി തന്നെ തെളിവ് ശേഖരണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നു. കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുൾപ്പെടെ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും തിരിച്ചടിയേക്കാൻ പോകുന്നതെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രാഹുലും ഈ യുവതിയും തമ്മിൽ നടത്തിയിരിക്കുന്ന ഫോൺ സംഭാഷണം, അത് തൻ്റേതാണെന്നുള്ള കാര്യം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രാഹുലിന്റെ ശബ്ദമാണെന്നുള്ളത് സംബന്ധിച്ച് ഒരു പരിശോധനാ ഫലം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഇന്നെ കൊല്ലുമെന്ന് പറയുന്ന, നിർബന്ധപൂർവ്വം ഗർഭചിത്രം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന ആ ശബ്ദം രാഹുലിൻ്റെതാണെന്നുള്ളത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മെഡിക്കൽ രേഖകളുടെ ആധികാരികത സംബന്ധിച്ചാണ്. ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇവർ പിന്നീട് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഈ ചികിത്സ തേടിയ ആശുപത്രിയിലെത്തി ഈ അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്, ഡോക്ടർമാരുടെ മൊഴികൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് സാധൂകരിക്കുന്ന മൊഴിയാണ് അന്വേഷണ സംഘത്തിന് ഇവർ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പുതിയ പരാതിയാണ്. ഈ കേസ് പരിഗണിക്കുമ്പോൾ രാഹുൽ ഇതാദ്യമായിട്ടല്ല, രാഹുലിനെതിരെ നിരവധി പരാതികൾ വരുന്നുണ്ട്, പുതിയ കേസുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യവും അന്വേഷണ സംഘം സ്വാഭാവികമായും കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതായിരിക്കും ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന നീക്കം എന്ന് പറയുന്നത്. അതേസമയം രാഹുൽ പ്രധാന പിടിവള്ളിയായി എടുക്കാൻ പോകുന്നത് ഈ നേരത്തെ ഒരു മൊഴി അന്വേഷണ സംഘത്തിന് ഈ യുവതി നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇവർ വിവാഹശേഷം 4 ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. 1 മാസത്തിന് ശേഷം ഇയാളുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ചില തെളിവുകൾ നൽകിയിരിക്കുന്നത് ഈ പറയുന്ന പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിലെല്ലാം ഇവരുടെ ഭർത്താവിനൊപ്പമാണ് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചില ഓഡിയോ റെക്കോർഡ്സ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ രാഹുൽ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് താൻ ആരെയും അബോർഷന് നിർബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഇത്തരത്തിൽ മെഡിസിൻസ് കൊണ്ടുവരാൻ വേണ്ടി തന്നോടാണ് യുവതി ആവശ്യപ്പെട്ടത് എന്നുള്ളൊരു വാദവും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കാനാണ് സാധ്യത. പക്ഷേ ഇത് എത്രത്തോളം നിലനിൽക്കുന്നുള്ളത് നമുക്ക് സംശയകരമാണ്. പ്രത്യേകിച്ച് രാഹുലിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ സാഹചര്യത്തിൽ ഇത് ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരുപക്ഷെ അറസ്റ്റ് തടയുന്ന നടപടികളിലേക്കൊക്കെ എങ്കിലും നീങ്ങിയാൽ, കോടതി അത്തരത്തിലൊരു ഓർഡറെങ്കിലും കിട്ടിയാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാവും. പക്ഷേ യാതൊരു തരത്തിലും മുൻകൂർ ജാമ്യം അനുവദിക്കില്ല എന്ന നിലപാടായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്യുക. അതെ, ഏതായാലും 7 ദിവസമായി മുങ്ങി നടക്കുന്ന MLA ഇന്ന് പൊങ്ങുമോ എന്നുള്ള കാര്യം നമുക്ക് വൈകാതെ തന്നെ അറിയാൻ കഴിയും. സിജോ വിജോനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി